let's see how to derive shape factor for some general sections like I section, T section, etc. And first of all, let's see for an I section. Calculate the shape factor of the I section shown in figure. If the value of yield stress is 250 Newton per mm square, find the plastic moment capacity of the section. So this is our I section. You can see the dimensions here. The width of the flange is 100, the depth is 10, and the total depth of the section is 250, and the thickness of the web is 6. All the dimensions are in mm. So this is a symmetrical I section. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ജനറൽ സെക്ഷൻസിനുള്ള value or the shape factor value എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം നോക്കാം. So for that we need to know the value of my, the yield moment, and the value of mp, the plastic moment. First of all, let's calculate the yield moment, my. So to find the yield moment, we need to know where the elastic neutral axis of the section is lying. So ഇതൊരു symmetric section ആയതുകൊണ്ട് സെക്ഷൻ്റെ മിഡ് ഡെപ്തിലായിരിക്കും ഇലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇവിടെ ഇലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ് മാർക്ക് ചെയ്തിട്ടുണ്ട് മിഡ് ഡെപ്തിൽ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ സെക്ഷൻ്റെ ഐ വാല്യൂ, മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. നിങ്ങൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് പഠിക്കുന്ന സമയത്ത് ഇതുപോലുള്ള പലതരം സെക്ഷൻസിനുള്ള ഐ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ സിമിലർലി യു ക്യാൻ കാൽക്കുലേറ്റ് ദ ഐ വാല്യൂ ഫോർ ദിസ് ഐ സെക്ഷൻ. അപ്പം ഇതാണ് നമ്മുടെ ഇലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഏരിയാസിനെ 4 ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ h1 is the distance between the centroid of area A1 and the elastic neutral axis. അതേ സമയത്ത് A2 is the distance between the centroid of the area A2 and the neutral axis. അതുപോലെ h3 and h4. ഇവിടെ h3 h4 ഒക്കെ സെയിം തന്നെയായിരിക്കും, കാരണം സിമെട്രിക് ആയതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഏരിയ A1-നുള്ള ഐ വാല്യൂ, let it be I1. ഏരിയ A1-ൻ്റെ ഐ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത്, ഏരിയ A2-ൻ്റെ ഐ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത്, ഏരിയ A3-യുടെ ഐ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത്, ഏരിയ A4-ൻ്റെ ഐ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഐ സെക്ഷൻ്റെ ഐ വാല്യൂ കിട്ടും. അതല്ലാണ്ട് വേറെ എന്തെങ്കിലും ഈസി മെത്തേഡ് ഉണ്ടെങ്കിൽ ഐ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി, ഈ ഒരു സെക്ഷൻ്റെ ഐ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി വേറെ എന്തെങ്കിലും ഈസി മെത്തേഡ് ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാവുന്നതാണ്. സോ ഫോർ ഏരിയ A1, ഐ വാല്യൂ ഇസ് ഈക്വൽ ടു BD³/12 പ്ലസ് A1 h1 സ്ക്വയർ. h1 എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസും ഈ ഒരു A1 എന്ന് പറയുന്ന ഏരിയയുടെ സെൻട്രോയിഡും ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ്, വിച്ച് ഇസ് നത്തിങ് ബട്ട് 125 മൈനസ് 5. മിഡ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ 125 ആണ്. അതിനകത്തുനിന്ന് ഈ ഒരു 5, ഈ ടോട്ടൽ ഡെപ്ത് എന്ന് പറയുന്നത് 10 ആണ്. അതിനകത്തുനിന്ന് 5 മൈനസ് ചെയ്യുമ്പോഴാണ് h1 കിട്ടുന്നത്. h1 is equal to 125 മൈനസ് 5. സോ A1 എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ഇസ് നത്തിങ് ബട്ട് 100 into 10. സോ ഫോർ this area B is equal to 100 and D is equal to 10. So BD³/12 plus A1 h1 square, that is the I value for the area A1. Now for the area A2, A2 എന്ന് പറയുന്ന ഏരിയയുടെ I1 I value, let it be I2. I2 is equal to BD³/12 plus A2 h2 square ആണ്. ഈ ഒരു പോർഷനാണ് എടുത്തിരിക്കുന്നത്, A2 ആയിട്ട് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ബി വാല്യൂ എന്ന് പറയുന്നത് 6ഉം ഡി വാല്യൂ എന്ന് പറയുന്നത് 125 മൈനസ് 10. മിഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 125 ആണ്. സോ മൈനസ് ഈ ഒരു ഫ്ലെയിഞ്ചിൻ്റെ വിഡ്ത്ത് ഡെപ്ത് മൈനസ് ചെയ്യുവാണെങ്കിൽ 125 മൈനസ് 10 ആണ് A2 എന്ന് പറയുന്ന ഏരിയൻ്റെ ഡെപ്ത് ആയിട്ട് വരിക. സോ ഇഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് ബി ഈസ് ഈക്വൽ ടു 6 ആൻഡ് ഡി ഈസ് ഈക്വൽ ടു 125 മൈനസ് 10. അതേസമയത്ത് h2 is equal to ടോട്ടൽ ഡെപ്തിൻ്റെ ഹാഫ്, ദാറ്റ് ഇസ് 125 മൈനസ് 10 ഡിവൈഡഡ് ബൈ 2. അതാണ് h2ൻ്റെ വാല്യൂ. സോ ഓൾ ദീസ് തിങ്സ് യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഗെറ്റ് ദ വാല്യൂ ഓഫ് I2. ആൻഡ്
Here, as the structure is symmetric, as the section is symmetric, we know that I3 is equal to I2 and I1 is equal to I4. So, I is equal to I1 plus I2 plus I3 plus I4. അതായത് ഓരോ ഏരിയയുടെയും മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടോട്ടൽ സെക്ഷൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കിട്ടും. സോ ഹിയർ I is equal to 2 times I1 plus 2 times I2. So here we have got the value of I as this number, this much mm power 4. നമുക്കിവിടെ my ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. my or the yield moment my is equal to fy into I by y max. I value നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു. And what is y max? And fy value is given in the question as 250 Newton per mm square. And what is y max? Y max എന്ന് പറയുന്നത് നമ്മുടെ ഇലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസും അപ്പർമോസ്റ്റ് ഫൈബറും ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും ദൂരെയുള്ള, ടോപ്പിലോ ബോട്ടത്തിലോ ആവാം, ഏറ്റവും ദൂരെയുള്ള ഫൈബറുമായിട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. സോ ഹിയർ ഇറ്റ് ഇസ് d/2 അല്ലെങ്കിൽ 250/2 ആണ്, 125 ആണ്. So I value we have calculated, and y max is equal to d/2 or 250/2, 125. So my, so this is the value of my we are getting, substituting the value of fy as 250 and I value and the y max value. Yield moment കിട്ടി. ഇനി നമുക്ക് വേണ്ടത് പ്ലാസ്റ്റിക് മൊമെന്റ് ആണ്. mp പ്ലാസ്റ്റിക് മൊമെന്റിന്റെ വാല്യൂ ആണ്. So to calculate the value of plastic moment mp is equal to fy into sigma ay ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ 4 ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ fy into a1y1 plus a2y2 plus a3y3 plus a4y4. ഇവിടെ നമ്മൾ പ്ലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസും ഇലാസ്റ്റിക് ന്യൂട്രൽ ആക്സിസും സെയിം ആണ് വരിക, കാരണം ഇതൊരു സിമെട്രിക് സ്ട്രക്ചർ ആണ്. അതുകൊണ്ട് തന്നെ സെയിം ഫിഗർ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ടു ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് y1, y2, y3 ആൻഡ് y4. ഇവിടെ നമ്മുടെ h1, h2, h3 ആൻഡ് h4 തന്നെയാണ് y1, y2, y3 ആൻഡ് y4. ഇവിടെ h1 എന്ന് പറയുന്നത് 250/2 മൈനസ് 5 ആണ്. ഈ ടോട്ടൽ ഡെപ്ത് 10 ആണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 ആണ്. സെൻട്രോയിഡിൻ്റെ പൊസിഷൻ 5ലാണ് വരിക. സോ h1 is equal to 125 മൈനസ് 5. h2 എന്ന് പറയുന്നത് ഈ ടോട്ടൽ മിഡ് ഡെപ്ത് എന്ന് പറയുന്നത് 125 ആണ്. ഫ്രം ദിസ് ലൈൻ ടു the neutral axis the depth is 125. So 125 minus 10, that is 115 divided by 2. അതാണ് h2 ന്റെ വാല്യൂ. h3 also is the same, and h1 is equal to h4 or y1 is equal to y4. So you can substitute the values of y1, y2, y3 and y4 areas. ഓരോ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള റെക്റ്റാങ്കിൾസിൻ്റെ ഏരിയാസും കൂടെ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് mp-ൻ്റെ വാല്യൂ കിട്ടും. ഫസ്റ്റ് ഏരിയ a1 is equal to 100 into 10 വരും. അതുപോലെ a2 is equal to 125 മൈനസ് 10, അതാണ് ഈ ഒരു ഡെപ്ത് വരിക, ഇൻറ്റു 6 വരും. സെയിം തന്നെയാണ് a3 വരിക. a2, a3 സെയിം ആയിട്ട് വരും. അതുപോലെ a1ഉം a4ഉം സെയിം ആയിട്ട് വരും. So those values I have substituted here, and the value of mp is equal to, this is the value of mp, and shape factor s is equal to mp by my. നമുക്ക് കിട്ടിയ my value നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഷേപ്പ് ഫാക്ടറിൻ്റെ വാല്യൂ ഫോർ എൻ ഐ സെക്ഷൻ, സിമെട്രിക് ഐ സെക്ഷൻ്റെ ഷേപ്പ് ഫാക്ടറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.144 ആണ് കിട്ടുന്നത്.